ഇനി ഇത് കഴിയുമ്പോഴും എന്ത് ചെയ്യാം, മൈത്രേയൻ ഫാൻസിന് ചോദിക്കാം. അതായത് അതൊരു ഗ്രേസെൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ ചാനലാണ്, അവരുടെ മതപ്രചരണത്തിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ചാനലാണ്. ക്രിസ്ത്യാനികളുടെ ചാനലിൽ ഇരുന്നിട്ട് അവരുടെ വിശ്വാസികളുടെ ന്യായം വെച്ചിട്ടൊന്നും മൈത്രേനെ പിടിക്കാൻ പറ്റില്ല, അത് ഞങ്ങൾ അംഗീകരിക്കില്ല. കാരണം വിശ്വാസികൾ എന്തിനാണ് സയൻസ് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അടച്ചാക്ഷേപിക്കുന്ന ഒരു പരിപാടി മൈത്രേനുണ്ട് ഈ സംഭവം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പോയിന്റിലേക്ക് പോകും. അതായത് പിന്നീട് സംവാദമായിട്ട് മൈത്രേനുമായിട്ട് സംവാദത്തിലുള്ളൊരു സംഭവം തന്നെ വൈശാഖൻ തമ്പിയായിട്ടാണ്. വൈശാഖൻ തമ്പി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വൈശാഖൻ തമ്പിന് ഈ പറഞ്ഞ മൈത്രേൻ ഫാൻസിലൂടെ തള്ളാൻ പറ്റില്ല. കാരണം ഇന്ന് കേരളത്തിൽ നിലവിലുള്ളതിൽ ഫിസിസിസ്റ്റ്, മറ്റേ PhD എടുത്തിട്ടുള്ള മെറ്റീരിയൽ സയൻസിൽ PhD എടുത്തിട്ടുള്ള ഫിസിക്സിനെ പറ്റി ആധികാരികമായിട്ട് മലയാളത്തിൽ യൂട്യൂബിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് വൈശാഖൻ തമ്പി. പാൻ കേരള അംഗീകരിക്കപ്പെട്ടുള്ള മനുഷ്യനാണ്. സയൻസിൻ്റെ കാര്യം ഞാൻ ഇഷ്ടംപോലെ വീഡിയോ പുള്ളിയുടെ കാണാറുണ്ട്, നല്ല രസമാണ്. ഈ പറഞ്ഞ പോലെ വെറുപ്പ് പ്രചരിപ്പിക്കാത്ത നിരീശ്വരവാദികൾ വളരെ കുറവാണെന്ന് സോഷ്യൽ മീഡിയയിൽ. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ് ഒന്ന് മൈത്രേയൻ, ഒന്ന് വൈശാഖൻ തമ്പി, അതുപോലെ മറ്റേ വിശ്വനാഥൻ ഡോക്ടർ, അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാളാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പരിപാടിയുണ്ട്, അതിൽ ഇതേ സാധനം മൈത്രേൻ ഇറക്കുന്നുണ്ട്. പ്രപഞ്ചം ഉള്ളതാണ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇറക്കുന്നുണ്ട്. എന്നിട്ട് പുള്ളിനോട് പറയുന്നുണ്ട്, ഞാൻ സയൻറ്റിസ്റ്റ് ഒന്നുമല്ല, അപ്പോൾ സയൻസ് അറിയാവുന്ന ഒരാളെന്നുള്ള നിലക്കാണ് ഞാൻ വൈശാഖനോട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ പുള്ളി ചോദിക്കുന്നുണ്ട്, സമയമില്ലാതെ മാറ്റത്തെ നിങ്ങളിങ്ങനെ വിശദീകരിക്കും. പിന്നെ അതിനുശേഷം പുള്ളി അതിന് മറുപടി പറയുന്ന ഒരു പോയിന്റാണ്, നമുക്ക് നോക്കാം. അതൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള സ്റ്റാൻഡാണ്. പക്ഷേ ഒരു സയൻസ് സ്റ്റുഡൻറ്റിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ എനിക്ക് ഈ നിലപാടിനോട് യോജിക്കാനോ വിയോജിക്കാനോ കഴിയില്ല. അതിൻ്റെ കാരണം ദർ ഇസ് എ പ്ലേസ് അറ്റ് വിച്ച് മൈ ആർഗ്യുമെൻറ്റ് ഫെയിൽസ്. അതായത് ഇപ്പോൾ ഇറ്റ് ഹാസ് എവർ ബീൻ, അതായത് ഇതുണ്ട്, അത് മുമ്പ് ഉണ്ടായതോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒറിജിൻ ഇല്ലാതെ പ്രപഞ്ചം എന്നൊരു സംഗതി ഉണ്ട് എന്നൊരു നിലപാടിലാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പിന്നിലേക്ക് പോകാൻ കഴിയണം എത്ര വേണമെങ്കിലും. എന്തായിരുന്നു ഞാൻ പറഞ്ഞു വന്നത്, സമയം ഐൻസ്റ്റൈൻ്റെ റിലേറ്റിവിറ്റി തിയറി പോലുള്ള സാഹചര്യങ്ങളിലേക്ക് വരുമ്പോൾ സമയത്തെയും സ്ഥലകാലങ്ങൾ അവയെ വേർതിരിക്കാനാകാത്ത വിധം ഒരൊറ്റ എൻറ്റിറ്റി എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ കൈകാര്യം ചെയ്യുന്നത്. ഈ സമയം പ്രപഞ്ചത്തിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്, അല്ലെങ്കിൽ സ്ഥലവും കാലവും ചേർന്നതാണ് നമ്മൾ പ്രപഞ്ചം എന്ന് മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ ബിഗ് ബാങ് സമയത്തിൻ്റെ കൂടി തുടക്കമാവണം. അതൊരു ലോജിക്കൽ കൺക്ലൂഷനാണ്. അപ്പോൾ സമയത്തിൻ്റെ കൂടി തുടക്കം അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് എന്ന് പറയുന്ന അവസ്ഥ ലോജിക്കലി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയില്ല. കാരണം സമയം വെച്ചിട്ടാണ് നമ്മൾ മുമ്പ് ശേഷം പറയുന്നത്. അതായത് വൈശാഖൻ തമ്പിയും ഇതേ പ്രശ്നം തന്നെ പുള്ളിയോട് പറയുന്നത്, ഈ ബിഗ് ബാങ് ആണ് സത്യത്തിൽ നിലവിലെ അണ്ടർസ്റ്റാൻഡിങ്, സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് വഴി ബിഗ് ബാങ് ആണ് സമയത്തിൻ്റെ തുടക്കം. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് മുമ്പ് എന്നുള്ളൊരു സംഭവം ലോജിക്കലി തിങ്ക് ചെയ്യാൻ പോലും പറ്റില്ല. പിന്നെ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളതാണെന്ന് എനിക്ക് പറയാനോ പറയാതിരിക്കാനോ സാധിക്കില്ല. അതാണ് ആകെ എടുക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ. സത്യത്തിൽ ഈ പുള്ളി പറഞ്ഞത് സത്യത്തിൽ ലോജിക്കലല്ല എന്ന് പുള്ളി മുഖത്തോക്കി പറയാണ്. സത്യത്തിൽ ഈ വീഡിയോ ആദ്യം കാണുന്ന സമയത്ത്, ഞാൻ പണ്ട് മൈത്രേൻ ഫാനായിരിക്കുന്ന സമയത്ത് കാണുമ്പോൾ വൈശാഖൻ തമ്പി വരെ ഞങ്ങളുടെ മൈത്രേനെ അംഗീകരിച്ചു എന്നുള്ള അഭിമാനം പാപ്പമ്മ അടിച്ച് കണ്ട ഒരു വീഡിയോ ആണ്. പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാൾ പറയാവുന്ന മര്യാദക്ക് പറയാണ്, ഇത് ശരിയല്ല നിങ്ങൾ ഈ പറയുന്ന പോയിന്റ് എന്ന് പറയാണ്. അപ്പോൾ മൈത്രേൻ വേറൊരു സാധനം കൂടി അടിക്കുന്നുണ്ട്, അതിൻ്റെ പുള്ളി കൊടുക്കുന്നതിന് മറുപടി ഉണ്ട്. അറിയാൻ ആര് ശ്രമിച്ചാൽ, പ്രപഞ്ചത്തിനകത്ത് എവിടെയെങ്കിലും ഒരാൾ പ്രപഞ്ചം എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കുന്ന ആളിനൊരു തുടക്കം ആവശ്യമായി വരും എന്ന് മാത്രം ഈ പറയുന്നത്. പക്ഷേ അറിയാൻ ശ്രമിക്കുന്ന ആളിന് തുടക്കം ആവശ്യമായി വരും എന്തുകൊണ്ട് മാത്രമാണ് തുടക്കം ഉണ്ടാകുന്നതെന്ന് വാദിക്കാൻ പറ്റുമെന്ന് അല്ല, ഇതേ സംഭവം ഗ്രേസലിൻ്റെ വീഡിയോയിൽ വേറെ സ്ഥലത്ത് അവർ ചോദിക്കുന്നുണ്ട്. അതേ സാധനം തന്നെ വൈശാഖൻ തമ്പി ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഒരാൾ അറിയാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവിടെ തുടക്കം ഉള്ളത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇയാൾ ഉദ്ദേശിക്കുന്ന തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ഥലവും കാലവും അളക്കാനുള്ളൊരു അളവുകോലാണെന്നുള്ള അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് ഈ പറഞ്ഞ തുടക്കം, അളക്കാൻ തുടക്കലൊക്കെ വരുന്നത്. പക്ഷേ വൈശാഖൻ തമ്പി ചോദിക്കുന്നത് സമയം എന്നുള്ള ആക്ച്വൽ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ അളക്കാൻ ആളുള്ളത് കൊണ്ടാണ് തുടക്കമുള്ളതെന്ന് പറയാൻ പറ്റുമോ? അതായത് പറയാൻ പറ്റില്ല, നിങ്ങൾ പറയുന്നത് ലോജിക്കലി കറക്റ്റ് ഉള്ളതാണ്. പക്ഷേ റെസ്പെക്റ്റിൻ്റെ പുറത്ത് അത് കട്ട് ചെയ്യുമ്പോഴേ എന്ത് ചെയ്യുന്നില്ല, മാന്യമായിട്ട് പുള്ളി കട്ട് ചെയ്യുന്നതാണ് ആ പോയിന്റ്. ഇനി അടുത്ത രണ്ട് സാധനമുണ്ട്. അത് രണ്ട് ഞാൻ വളരെ ദയനീയമായ ഒരു പരിപാടിയാണ്. സത്യത്തിൽ അന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പാപ്പമ്മയായിട്ട് കണ്ട സമയത്ത് എനിക്കിത് മനസ്സിലായിട്ടേ ഇല്ല. അത് ഇത് രണ്ടൊന്നും കണ്ടു. ഒരു സെല്ലിന് ഒരു അതിര് വരും. ആ അതിരിനപ്പുറം എന്ന് പറയുന്നതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തുണ്ടായ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഈ അനുഭവം ഉണ്ടായാൽ ആ അനുഭവത്തിനാണ് നമ്മൾ ജീവൻ എന്ന് വിളിക്കാൻ പറ്റും. പക്ഷേ സയൻസിൽ ജീവൻ ഇപ്പോഴും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത പഴങ്ങളാണ്. അല്ല, അവർ ഇരിക്കുന്നതിന് എനിക്ക് വിഷമം കാര്യമുണ്ടോ? ഞാനീ പറയുന്നത് പോലെ മനസ്സിലാക്കിയാലേ സമാധാനം വരുമെന്നുള്ളത് അറിയുന്നത് കൊണ്ട് പറയുന്നതാണ്. ഞാൻ അറിയാത്ത ഭാഗം അവിടെ റിസർവ് ചെയ്തിട്ടേക്കാം. അതാണ് ബേസിക്കലി സംഭവം. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ, അപ്പോൾ പുള്ളി പറയുന്നുണ്ട് ജീവൻ ഇങ്ങനെയല്ല സയൻസ് ഡിഫൈൻ ചെയ്യുന്നത്, ജീവൻ ഇപ്പോഴെന്താണ് സയൻസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ പുള്ളി പറയുന്നത് അല്ലല്ല, അതൊക്കെ എനിക്ക് വിഷയമല്ല, പക്ഷെ ഞാൻ പറയുന്ന പോലെ മനസ്സിലാക്കിയാൽ മനസ്സിന് നല്ല സമാധാനം കിട്ടുമെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞാൽ എനിക്ക് മനസ്സമാനം കുറവൊന്നുമില്ല, അറിയാത്ത കാര്യം അറിയില്ല, അത് അവിടെ ഇരിക്കട്ടെ, അത് പിന്നീട് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നോക്കാമെന്നുള്ള നിലക്കാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഈ പുള്ളിയുടെ പ്രശ്നം മനസ്സിലായോ? ഇത് പുള്ളി ചിരിച്ചാണ്ട് ഒഴിവാക്കി വിടുകയാണ്. പക്ഷേ സത്യത്തിൽ ഞാനത് അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു പോയിൻ്റാണ്. സയൻസിൽ ഇന്ന് നിലവിൽ മറ്റേ സയൻസ് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്ത് പോയി തൊട്ടപ്പോൾ പുള്ളിയുടെ ഈ ഒരൊറ്റ പേജിൽ ആർഗ്യുമെൻറ്റ് വെച്ചപ്പോൾ ഉണ്ടായ പ്രശ്നമാണിത്. ഇനി ഇതേ സാധനം തന്നെ വേറൊരു സാധനം വരുന്നുണ്ട്, ഇതേ എൻഡിങ് തന്നെ. അത് കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ ദയനീയമായൊരു എൻഡിങ്ങാണ്. അത് വെറുതെ കാണാം. അത് ഞാൻ പറഞ്ഞില്ല, ഒരു ഫാൻ ബോയ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ വിഷമമുണ്ട് ഇപ്പം. എന്നാലും അതും കൂടി ഒന്ന് കണ്ടുപോയി. പറയുന്നത് ശരിയാണ് എന്ന് പറയാനല്ല, ഞാൻ പറയുന്ന രീതിയിൽ പ്രപഞ്ചത്തിനെ മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് ഇതുവരെ മനസ്സിലായില്ലെന്ന് തോന്നിയത് മനസ്സിലാകുന്ന പോലെ തോന്നും.
ഇത്രയാണ് എനിക്ക് അത് പറയുന്നത്. വളരെ കോമൺ ആയിട്ടുള്ള അവസ്ഥയല്ലേ നമ്മളെ അത് സംബന്ധിച്ചോളം. പക്ഷെ അത് ഞാൻ ഭയമില്ലാതെ പറയുകയാണ് ചെയ്യുന്നത്. അത് എനിക്ക് തന്ന ഒരു ക്ലാരിറ്റി, ലോകത്തിനെ പറ്റിയുള്ള ഒരു അറിവ് എനിക്ക് തന്ന ഒരു വ്യക്തതയുണ്ട്. ആ വ്യക്തത കപടമാകാം, തെറ്റാകാം, ഇതൊക്കെ ഒന്നും എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കിയ പോലെ തെറ്റിപ്പോയി, അയാൾ തെറ്റിട്ടാണ് മനസ്സിലാക്കിയെന്ന് പോലെ എന്നെ പറ്റി പിൽക്കാലത്ത് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും എനിക്ക് സംഭവിക്കാനില്ലല്ലോ. പക്ഷെ ഇപ്പം നമുക്ക് നല്ല വ്യക്തതയോടെ ഇത് പറയാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അതായത് ഞാൻ പറയുന്ന രീതിയിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഇതുവരെ മനസ്സിലാകാത്തതും കൂടി മനസ്സിലാകാത്ത പോലെ ഇരിക്കും. അതിലിപ്പോൾ സയൻറ്റിഫിക് ബാക്കിംഗ് ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന സയൻസ് ആണോ, ഞാൻ പറയുന്നത് എന്താണോ, ഒന്നുമല്ല. ഞാൻ പറയുന്ന പോലെ മനസ്സിലാക്കിയാൽ ഇതുവരെ മനസ്സിലാവാത്തതും കൂടി മനസ്സിലാവാം. ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കാം, ചിലപ്പോൾ നാളെ അയാൾ പറഞ്ഞ എല്ലാം തെറ്റാണെന്ന് വരാം. അതെനിക്ക് കുഴപ്പമില്ലാന്ന്, കാരണം അപ്പോൾ ഞാനില്ലല്ലോ. ഇതെങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്കല്ല, പുള്ളിയുടെ ഫാൻ ബോയ് ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇത് പുള്ളി പറയുന്ന സമയത്ത് ഇതെന്തൊരവസ്ഥയാണ്. നമ്മളിത് കണ്ടിട്ട് പുള്ളി എന്തോ ഒരു കാര്യമാണ് പറയുന്നത്. അതായത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ അടിപൊളിയാണെന്ന്. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണ്, ഒരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണ് കിടക്കണം. ഇപ്പോൾ ബിൽഡിംഗ് ഇപ്പോൾ ഇന്നലെ പൊളിഞ്ഞു വീണ്, അത് അതിൻ്റെ അടിസ്ഥാനത്തിലല്ല, നല്ലൊരു ബിൽഡിംഗ് പൊളിഞ്ഞു വീണ്. ഓക്കെ, അപ്പോൾ ഒരാളവിടെ നിന്നിട്ട് പറയാണ് ഈ ബിൽഡിങ്ങിൽ പൊളിഞ്ഞ് വീണു, പക്ഷേ അവിടെ ഒരു മനുഷ്യ കുഞ്ഞൊരു ആ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ അടിയിൽ ആരും പെട്ട് കിടക്കുന്നില്ല. അപ്പോൾ മറ്റേ ആൾ ചോദിക്കണം, അല്ല പെട്ട് കിടക്കാൻ ചാൻസ് ഉണ്ടല്ലോ, അതിങ്ങനെ കുറച്ച് ആളുകൾ അവിടെ നിൽക്കുന്ന പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട്. അല്ലല്ല, ആൾ കിടക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ല, പക്ഷെ ഞാൻ പറയുന്ന പോലെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സമാധാനം കിട്ടും. കാരണം എന്താ? അപ്പോൾ അതിൻ്റെ പുറകെ നടക്കണ്ട, അത് പൊക്കി മാറ്റി അതിൻ്റെ ഉള്ളിൽ ഡെഡ് ബോഡി ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല, സമാധാനം കിട്ടും. ഇതാണ്, അതായത് സത്യത്തിനൊരു വിലയില്ല. അപ്പോൾ നമ്മളൊരു സത്യം പറയുന്ന ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പുള്ളിയുടെ ഒരു സംഭവത്തിനെ കാണാൻ ശ്രമിച്ചാൽ അവിടെ നമ്മൾ പരാജയപ്പെടും. മനസ്സിലാണ്ടോ? പക്ഷേ എന്ന് വെച്ചാൽ പുള്ളിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യല്ല, സമ്പൂർണ്ണമായിട്ട് ഡിസ്ക്രെഡിറ്റ് ചെയ്യല്ല, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് പുള്ളി എന്തിനാണ് ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ തുടക്കമില്ലാന്നും ജീവൻ ഉണ്ടായത് ഇങ്ങനെയാണെന്നും സയൻസിന് അറിയാൻ പാടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിനാണെന്ന് പുള്ളി പറയുന്നത്. ആ പോയിന്റ് കൂടി കേട്ടാൽ നിങ്ങൾക്ക് അത് ക്ലാരിറ്റി വരും. ഇങ്ങനെ മനസ്സിലാക്കാമെങ്കിൽ നമുക്ക് ഈ പഴഞ്ഞ ദൈവത്തിനെയൊക്കെ ഒരൊറ്റ അടിക്ക് കളയാം. തുടക്കത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, അതുവഴി ഉണ്ടാക്കിയിരിക്കുന്ന മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള കൺഫ്യൂഷൻസിന്റെ ആയിരക്കണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഈ സത്യം അറിയുക എന്ന് പറയുന്നത്, അടിസ്ഥാനം അറിയുക എന്ന് പറയുന്നത്, നമുക്ക് അതേസമയത്ത് ഈ അന്വേഷണം ഒന്നും നിർത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതാണ് സംഭവം. അതായത് ബേസിക്കലി പുള്ളി എന്ന് പറഞ്ഞാൽ പുള്ളി പറയുമ്പോൾ എപ്പോഴും ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോൾ എന്നൊക്കെ പുള്ളി പറയുമെങ്കിലും പുള്ളി ജീവിതം ഞാൻ പറഞ്ഞില്ല, പുള്ളിയുടെ ജീവിതത്തിൽ നമുക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. പുള്ളി ജീവിച്ച പോലെ എനിക്ക് തോന്നുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം പുള്ളിയുടെ അത്രയും ആത്മാർത്ഥമായിട്ട് ജീവിച്ചിട്ടുണ്ടാവില്ല. പുള്ളിയുടെ കഥകൾ കേൾക്കുമ്പോൾ കഥ പറയുന്നതെല്ലാം സത്യമാണ്, പുള്ളി എന്ന് പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് പുള്ളി കണ്ടെത്തിയ കുറച്ച് പോർഷൻ ഉണ്ട്. അതായത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ചിന്തിക്കണം, അല്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കണം, ഒന്നോണം പറഞ്ഞ് പറ്റിച്ചേക്കാന്നല്ല. ലോകത്തെ എല്ലാ ചിന്തകന്മാരും മനുഷ്യന്മാരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് മനുഷ്യരെ എങ്ങനെ രക്ഷിക്കാം, അപ്പോൾ അതിനൊരു വഴി എന്താണെന്ന് ചിന്തിച്ച് പുള്ളി എത്തപ്പെട്ട ഒരു പൊസിഷൻ ഉണ്ട്, പുള്ളി എത്തപ്പെട്ട ഒരു സ്ഥലമുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ സംഭവം ക്ലിയറാണ്. ഇതങ്ങടെ എല്ലാവരോടും മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ വളരെ നിഷ്കളങ്കരായിട്ടുള്ള സമൂഹത്തിന് നന്മ ചെയ്യണം, മനുഷ്യന്മാരുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് അവരെല്ലാം ചിന്തിക്കുന്നത്. അങ്ങനെ ഏത് വലിയ മഹാന്മാരെ എടുത്താലും എത്ര വലിയ ചിന്തകന്മാരെ എടുത്താലും അവരെല്ലാം ചിന്തിക്കുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളി ആധുനിക ശാസ്ത്രത്തിന് വെളിച്ചത്തിലല്ല പുള്ളി ചെയ്യുന്നത്. പുള്ളി സ്വന്തമായിട്ടൊരു വേൾഡ് വ്യൂ ഉണ്ടാക്കിയെടുത്തേക്കാണ്. ഇന്ന പോലെയാണ്, തുടക്കങ്ങളില്ല, അപ്പോൾ അതിൻ്റെ തുടക്കം അന്വേഷിക്കേണ്ട, ഇന്ന പോലെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിന് നല്ല സമാധാനം കിട്ടും, ജീവൻ ഇങ്ങനെ ഉണ്ടായി, എല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞ് എഴുതി വെക്കുകയാണ്. എന്നിട്ട് പുള്ളി അതിൻ്റെ അത് യാതൊരു ബാക്കിങ്ങും ഇല്ല. അതായത് ഇപ്പോൾ ഈ ബുക്ക് നിങ്ങൾ എടുത്തിട്ട് വായിച്ചാൽ, ഞാനിപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ ഈ ബുക്കിൽ ഏത് സ്ഥലത്തും നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്ന പോലെ ആസ്പർ ഇന്ന പോലെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് ഇന്ന ഒന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും ഒരാളെ കോട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നാലും ഒരു ശാസ്ത്രജ്ഞൻ എന്ന് വരും, അത് നമുക്ക് പിന്നീട് നോക്കാം. അതായത് ബേസിക്കലി പുള്ളി ഒരു മതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു വേൾഡ് വ്യൂ ഉണ്ടാക്കിയേക്കുന്നത്. പുള്ളി അതിലൊരു വലിയൊരു വിശ്വാസിയാണ്. ആ വിശ്വാസത്തിൻ്റെ ന്യായീകരിക്കാൻ പറ്റുന്ന സംഭവങ്ങൾ സയൻസിൽ നിന്നുണ്ടോ അതെടുക്കും. അതിനെതിരായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അതെടുക്കില്ല. അതിനെതിരായിട്ട് ഇനിയിപ്പോൾ സയൻസ് പുള്ളിയുടെ വിശ്വാസത്തിനെതിരായിട്ടാണ് നിൽക്കുന്നുണ്ടെങ്കിൽ പുള്ളി പറയും അത് സയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് ട്രൂത്ത് അല്ലല്ലോ. സയൻസ് പിന്നീട് മാറാം, അത് ഫോൾസിഫൈ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്, അത് പിന്നീട് മാറിക്കോളും. എനിക്ക് ലോകത്തെ മനസ്സിലാക്കാൻ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും വേണ്ട. ഇത് പുള്ളി തന്നെ പറയുന്ന ഒരു പരിപാടി ഉണ്ടാകുന്നു. അതും കൂടി ഒന്ന് കേട്ടാൽ നമുക്കത് അവസാനം. ശാസ്ത്രത്തിൻ്റെ എല്ലാ സാധനവും വീണ്ടും പുതിയ തെളിവുകളുടെ വെളിച്ചത്തിൽ റിവൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് കാരണം ഒരു കറണ്ടായ ഒരു സമയത്ത് ആൾക്കാർ പറയുന്ന ഒരു പോയിന്റ് എന്നുള്ളതല്ലാതെ അതാണ് ശാസ്ത്രീയ വീക്ഷണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആന്ത്രപ്പോളജിയുടെ വീക്ഷണം ഇതാണെന്ന് പറയുന്നതിനൊന്നും ഞാൻ തയ്യാറല്ല. എനിക്കിപ്പം ലോകത്തിനെ മനസ്സിലാക്കുന്നതിന് എന്തായാലും ഇത് വേണ്ട, അതെനിക്കറിയാം. അതിന് ഈ ആന്ത്രപ്പോളജിസ്റ്റ് ആയിരിക്കുന്ന ഒരുത്തും പറഞ്ഞാലൊന്നും ഞാൻ എടുക്കത്തില്ല, അത് ഫിസിസിസ്റ്റ് പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം അതേ ലോകത്തിന് അതേ ഡേറ്റയും അതേ സാധനവും നമ്മളും പഠിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം കൊണ്ട് എന്തോ പ്രമാണികളിരുന്ന് അപ്പുറത്തിരുന്ന് പറയുന്നൊന്നും നമ്മളൊന്നും എടുക്കത്തില്ല. അപ്പോൾ അതാണ് ബേസിക്കലി പുള്ളി സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ആധുനിക ശാസ്ത്രത്തിൻ്റെ വിശകലനം എന്നൊക്കെ പറയുമെങ്കിലും
ബേസിക്കലി പുള്ളി എത്തിച്ചേർന്ന ഒരു പോയിന്റ് ഉണ്ട്. അതായത് എനിക്കൊന്ന് ഈ ബുക്ക് എഴുതിയിട്ട് എനിക്കൊന്ന് ഈ ബുക്ക് എഴുതിയിട്ട് ഏറ്റവും കുറഞ്ഞൊരു ഒരു ഒരു 10 വർഷങ്ങളായിട്ടുണ്ടാവും. 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് പുള്ളി എത്തിച്ചേർന്ന കുറച്ച് പൊസിഷനുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളി ഒരു വേൾഡ് വ്യൂ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, ഒരു മതം. അതായത് ഈ ജനങ്ങൾ തമ്മിൽ തല്ലുന്ന എങ്ങനെ മാറ്റാം, ഈ ജാതി പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാം, മറ്റതെങ്ങനെ മാറ്റാം, എല്ലാത്തിനും പുള്ളി സ്വന്തമായിട്ടൊരു മതം എഴുതി ഉണ്ടാക്കിയാണ്. ഇത് എഴുതി ഉണ്ടാക്കിയെടുത്ത് ഇതുപോലെ നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചാൽ മനസ്സിന് നല്ല സമാധാനം കിട്ടും. സത്യമുണ്ടോ ഇല്ലേ, അൾട്ടിമേറ്റ് ട്രൂത്ത് ഇതൊന്നും അന്വേഷിച്ച് സമയം കളയണ്ട, ഞാൻ ഈ പറയുന്ന പോലെ അങ്ങോട്ട് മനസ്സിലാക്കിക്കോ എന്നാണ് പുള്ളി ബേസിക്കലി പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം മനസ്സിലാവും. കാരണം പുള്ളി സംസാരിക്കുന്നത് വളരെ ക്ലിയറാണ്, പുള്ളിയുടെ ഇൻറ്റൻഷൻ ക്ലിയറാണ്, പുള്ളി ആത്മാർത്ഥമായിട്ടാണ് സംസാരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾ പുള്ളി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാറുണ്ട്, പറയുന്ന കാര്യത്തിൽ നിന്ന് മാറാറില്ല. കപടമായിട്ടൊരു പരിപാടിയൊന്നുമില്ല. പറയുന്ന എന്താണോ പോയിന്റ്, എത്ര വലിയ സംഭവം വന്നാലും പുള്ളി അത് പറയുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ കൺവിക്ഷനോടുകൂടി ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷനായി പോകും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമുക്ക് മൈത്രേയെ പറയുന്ന മനസ്സിലാക്കാൻ, ഞാൻ അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. അതായത് മൈത്രേയെ പറയുന്ന മനസ്സിലാക്കാൻ 30 വർഷം 40 വർഷം ഒന്നും വേണ്ട. ആ മനുഷ്യൻ ഇത് പറയുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള വലിയ കാര്യമായ വിദ്യാഭ്യാസമില്ലാത്ത ഒരു മനുഷ്യന് പോലും മനസ്സിലാക്കാവുന്ന രീതിക്കാണ് പുള്ളി അത് പറയുന്നത്. പക്ഷേ പുള്ളി പറയുന്നതിൽ മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു 3, 4, 5, 8, 10 വർഷം എടുക്കേണ്ടി വരും ചിലപ്പോൾ. കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ ഉദ്ദേശം സയൻസ് എടുക്കലോ സപ്പോർട്ട് ചെയ്യലോ ഒന്നുമല്ല. പുള്ളി അതാണ് ലാസ്റ്റ് പറഞ്ഞത്, ഫിസിസിസ്റ്റ് പറഞ്ഞാലും ഞാൻ എടുക്കില്ല, ആന്ത്രോപോളജിസ്റ്റ് പറഞ്ഞാലും ഞാൻ എടുക്കില്ല, എനിക്ക് ലോകത്തെ മനസ്സിലാക്കാൻ ഇതൊന്നും വേണ്ട, എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്നിട്ട് ഈ പുള്ളി ഇരുന്നിട്ട് ബുദ്ധനെ കുറ്റം പറയും, ഈ കാണാവുന്ന യോഗികളെ കുറ്റം പറയും, ഈ പറഞ്ഞ സന്യാസികളെ കുറ്റം പറയും. അവരും ഈ പറഞ്ഞ പോലെ ഒരു ജീവിത വീക്ഷണം ഉണ്ടാക്കിയതാണ്, ബുദ്ധനും ഒരു ജീവിത വീക്ഷണം ഉണ്ടാക്കിയതാണ്. അതെ, ഇന്ന പോലെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു വീക്ഷണം ഉണ്ടാക്കിയാണ്. അതേപോലെ ഒരു വീക്ഷണം ഉണ്ടാക്കിയ ഒരു മനുഷ്യൻ അതിൽ നിന്ന് ഒരു പടി മുകളിലോ ഒരു പടി താഴെയോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഒരു മനുഷ്യൻ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു എന്നുള്ള മാത്രമേ ഉള്ളൂ. അതേസമയം പുള്ളിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നും പുള്ളിയുടെ വീഡിയോസ് വന്നാൽ കാണാറുണ്ട്. പുള്ളി പറയുന്ന കാര്യങ്ങളിൽ ഞാൻ ഇന്നും ജീവിതത്തിൽ പുള്ളി പറയുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ജീവിത വീക്ഷണത്തെ തന്നെ തിരിച്ചിട്ടുണ്ട്. ചില സാധനങ്ങളിൽ ഞാൻ ഇപ്പോഴും പറയുമ്പോൾ ഈ ഇങ്ങേരുടെ പേരെടുത്തിട്ട് ഞാനത് പറയാറുണ്ട്, ഇങ്ങേര് പറഞ്ഞ പോലെ ഇന്ന സാധനം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ സംഭവം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങേരെന്തോ സംഭവമാണ്, ഇങ്ങനെ നമ്മളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന തന്നെ നമ്മുടെ പൂർവ്വകാല പുണ്യം, പൂർവ്വജന്മ സുഹൃതം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ ആളുകൾ ഒരു പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ പുള്ളി ഈ പുസ്തകം എഴുതണമെന്ന് പറയുമ്പോൾ പുള്ളി എഴുതിയ പുസ്തകത്തിലെ ആദ്യത്തെ പേജിൽ, ഫസ്റ്റ് പേജിൽ പ്രോബ്ലങ്ങളാണ് ഈ പറഞ്ഞത്. അത് സയൻസിന് വിരുദ്ധമാണ്, ലോജിക്കിന് വിരുദ്ധമാണ്. ആധുനിക ലോകത്ത് നിലനിൽക്കുന്ന എല്ലാ ശാസ്ത്രത്തിൻ്റെ എല്ലാ കണ്ടെത്തലുകൾക്കും വിരുദ്ധമാണ്. എന്നിട്ടും പുള്ളി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കീ കൊടുത്ത പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, പുള്ളിയുടെ ആശയങ്ങളൊക്കെ കൊള്ളാം, എല്ലാ സംഭവങ്ങളും നല്ല ഉഷാറാണ്, കാര്യങ്ങളൊക്കെ കൊള്ളാം. പക്ഷേ പുള്ളി മറ്റേ വലിയ സംഭവമാണ്, പുള്ളി നമ്മളോട് സംസാരിക്കുന്ന സംഭവം എന്നുള്ള സാധനം എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ പുള്ളിയുടെ ഒരു ഫാൻ ബോയ് ആയിട്ടൊരു 3-4 വർഷം ഇപ്പോഴും എനിക്ക് പുള്ളിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു വിഷയം നടക്കുമ്പോൾ പുള്ളി എന്താണ് ആ വിഷയം പറയണമെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമാണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ അങ്ങനെ ഫാൻ ബോയ് ആയി നടന്നിട്ട് പിന്നീട് തിരിച്ചറിഞ്ഞൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇത്രയെങ്കിലും പറയണ്ടേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പുള്ളിയുടെ പുസ്തകം പുള്ളിന് തുമ്മാർ കൂടി പറഞ്ഞ പോലെ ഇനി ഇവിടെ ഇരുന്ന് പുള്ളി പുസ്തകം എഴുതിയാലും ഈ പുസ്തകത്തിൽ ഒരു റെഫറൻസ് ഉണ്ടാവില്ല, ഒരൊറ്റ റെഫറൻസ് ഉണ്ടാവില്ല ഇന്ന സയൻറ്റിഫിക് ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇന്ന പിയർ റിവ്യൂഡ് മറ്റേ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഇന്ന റിസർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നില്ല. ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഒരു ശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറഞ്ഞു, ഒരു ശാസ്ത്രജ്ഞൻ അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ ആ ഒരു അർത്ഥത്തിൽ മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ആഡ് ചെയ്ത് പിടിച്ച് ചെയ്ത് വരുമ്പോൾ എത്ര മിനിറ്റ് ഉണ്ടാവുമെന്ന് അറിയാൻ പാടില്ല. എനിക്ക് പറയാനുള്ളത് പറയുന്ന അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എനിക്കൊരു മനസ്സമാനം കിട്ടും, അത്രയും മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ.